വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രശാന്ത് കൃഷ്ണയ്ക്കൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത്, ഇന്നലെ നമ്മൾ അദ്ദേഹം ചെന്നിട്ട് VD സതീശൻ കാണാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് അതിഥി ദേവോ ഭവ എന്നാണ് പറയുക. വീട്ടിലെത്തുന്ന ആളെ കാണാതിരിക്കുന്ന ഒരു ഉചിതമായ കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് ചെയ്ത് ശരിയായില്ല എന്ന് നമ്മളൊരു അഭിപ്രായം കൂടി പറഞ്ഞാണ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് പോലും തിരക്കാതെയാണ് ഇവർ വന്നത്. അങ്ങനെ ആരെങ്കിലും വന്നാൽ താൻ കാണാതിരിക്കുമോ, തന്നെ കാണാൻ കൂട്ടാക്കാതെ കത്ത് നൽകി പോവുകയാണ് ചെയ്തതെന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമായി. ഇനി PS പ്രശാന്തിന്റെ പക്ഷം കേൾക്കാം. ദിവിഷ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം പ്രധാനമാണ്. അതിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നു, കത്ത് നൽകി, എന്നോട് സംസാരിക്കാതെ കത്ത് നൽകി എന്ന് തിരിച്ചു പോയിട്ട് കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞത് മര്യാദകേടാണെന്നാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ കണ്ടോൺമെന്റ് ഹൗസിൽ പോയപ്പോൾ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് ഞാനില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനെയോ ആരെയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഞാനൊരു മാധ്യമങ്ങളെയും കൂട്ടിയല്ല പോയത്. തിരിച്ചു വന്നപ്പോൾ ഏഷ്യാനെറ്റാണ് എന്നോട് ഈ കാര്യം ചോദിക്കുന്നത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടില്ല, ഞാൻ PS-ൻ്റെ കത്തേൽപ്പിച്ചു, അത്രമാത്രം പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നു, കത്ത് നൽകി, എന്നോട് സംസാരിക്കാതെ കത്ത് നൽകി തിരിച്ചു പോയിട്ട് കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞത് മര്യാദകേടാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ വാർത്തകൾ വന്നു കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറഞ്ഞൂടെ, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയി, അദ്ദേഹം വീട്ടിലുണ്ടായിട്ടും എന്നെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞൂടെ? ഞാനത് പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും ഞാനത് പറഞ്ഞോ? നിങ്ങൾ കേട്ടോ എവിടെയെങ്കിലും? ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വാദപ്രതിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം വിവാദങ്ങളല്ല, ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുമുള്ള അയ്യപ്പ ഭക്തർ അവിടേക്ക് വരണം. ശബരിമലയുടെ അടിസ്ഥാന വികസനം സാധ്യമാകണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്നലെ ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ പോയപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഞാനിനി ആ ഒരു വിഷയത്തിലേക്കില്ല. ഉണ്ടായിരുന്നു അല്ല, ആ വിഷയത്തിലേക്ക് ഞാനില്ല. അപ്പോട്ടെ, ഞാൻ പറഞ്ഞത് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാന വികസനം, ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. കാണാൻ കൂട്ടാക്കിയില്ലെന്നൊരു പരാതി ഉണ്ടോ? അല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് പുള്ളിയല്ലേ ഇത് പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞ കാര്യം, ഈ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ നിലപാട്, പഴയ നിലപാട് തിരുത്തുമോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, പഴയ നിലപാട് എന്നുള്ളതല്ലല്ലോ. പഴയ നിലപാട് ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ? ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തും. എങ്ങനെ? നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചതിന് ശേഷം. അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അതേ മറുപടിയിലാണ് നിന്നത്. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്വാഭാവികമായും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണല്ലോ. അതിനാണല്ലോ ഞങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക്, അതിൻ്റെ ഇതിലേക്ക് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ അതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇപ്പോൾ നമുക്ക് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് നല്ല അടിസ്ഥാന സൗകര്യം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു എളിയ ശ്രമമാണ്. അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മളോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത്. ആരെയും ഇക്കാര്യത്തിൽ മാറ്റി നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികൾ, പ്രധാനപ്പെട്ട രക്ഷാധികാരിയിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും നമ്മളോട് ചേർന്ന് നിന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് വീണ്ടും വീണ്ടും വിനയപൂർവ്വം അദ്ദേഹത്തോട് പറയുവാനുള്ളത്. ഇന്നലെ പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട്. സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണം. ഏറ്റവും പ്രധാനം അവർ ഉന്നയിക്കുന്നത് 2018 പോലുള്ള നടപടികൾ വിശ്വാസികൾക്ക് മേൽ ഉണ്ടാകില്ല എന്ന് സർക്കാരും ബോർഡും ഉറപ്പ് നൽകണമെന്നാണ്. അങ്ങനെ ഉറപ്പ് നൽകാൻ കഴിയും? അല്ല, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് പന്തളം കൊട്ടാരത്തിനും അവർ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു, ഞങ്ങളുമായി ഡിസ്കഷൻ നടത്തി. അവരും പറയുന്നത് ശബരിമലയിൽ അടിസ്ഥാനപരമായ ഒരു വികസനം ഉണ്ടാകണമെന്നത് തന്നെയാണ് അവരെയും ആഗ്രഹം. അത് ഞാൻ ഇന്നലെ അവരുമായി സംസാരിച്ചു. അവർക്കത് മാത്രമേ ഉള്ളൂ താല്പര്യം. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡും ഒരേ ഒരു ലക്ഷ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമലയുടെ വികസനം സാധ്യമാകും. അത് ഉറപ്പായിട്ട് നടന്നു. വികസനം പറയുമ്പോഴും NSSും പന്തളം കൊട്ടാരവും എല്ലാം സ്ഥിരമായി പറയുന്ന, അല്ലെ, അവരുടെ ഒരു അജണ്ട തന്നെ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ അവർക്ക് ഉറപ്പ് കിട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത്.
അതൊരു ബോർഡിന് ഉറപ്പ് നൽകാൻ കഴിയുമോ? ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അതിന് ഇപ്പോൾ സുപ്രീം കോടതിയെ കാര്യങ്ങൾ നിയമപരമായിട്ട് അറിയിക്കാൻ ശ്രമിക്കുമെന്നതൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം 56 ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്, പുനഃപരിശോധനാ ഹർജികൾ. ദേവസ്വം ബോർഡ് 2020 ഫെബ്രുവരി മാസത്തിൽ ഈ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ബോർഡിൻ്റെ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി ഈ പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് വാക്കാലുള്ളതാണോ രേഖാമൂലമുള്ളതാണോ എന്നുള്ളത് വേറെ വിഷയം. ബോർഡ് ഒരു പുനഃപരിശോധനാ ഹർജിക്ക് ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നു. അല്ല, ബോർഡ് കൊടുത്തിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ആചാരാനുഷ്ഠാനം സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ. പിന്നീട് വന്ന മാറ്റങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് പ്രയാർ ഗോപാലകൃഷ്ണ കാലത്ത് ഹർജി ആ അഫിഡവിറ്റ് ഇപ്പോൾ അവിടെ ഉള്ളൂ എന്നുള്ള എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം അതൊക്കെ പ്രസക്തമായ കാര്യങ്ങളല്ലല്ലോ. അത് ഇനി ശരി.